ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകൾ കൂട്ടിച്ചേർക്കലുകൾ നടത്തി തട്ടിച്ചത് ലക്ഷങ്ങൾ. ചെറിയ ബില്ലിന്റെ സ്ഥാനത്ത് 10,000 കൂടുതലായി എഴുതി ചേർത്താണ് തട്ടിപ്പ് നടത്തിയത്. 176 രൂപയുടെ ബില്ലിനായി 10,176 രൂപയുടെ ചെക്ക് പാസാക്കിയെന്നും കണ്ടെത്തി. ജൂലൈ മുതൽ 2024 ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് പഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമറി നടത്തിയിരിക്കുന്നത്. വിവിധ മാസങ്ങളിലായി 7 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ. പ്രധാനമായും വൈദ്യുതി ബില്ലുകളിലാണ് കൂടുതൽ തുക മാറിയിട്ടുള്ളത്. 200-ഉം 300-ഉം മാത്രമുള്ള ബില്ലുകൾക്കായി 10,000-ലും 20,000-ലും അധികം തുകയുടെ ചെക്ക് മാറിയെടുത്തു. 202 രൂപയ്ക്ക് 12,202-ഉം 2,200 രൂപയ്ക്ക് 22,000 രൂപയൊക്കെയുമായി മാറി. 2023 ജൂലൈ മുതൽ പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്ന അക്കൗണ്ടിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് സൂചന. യഥാർത്ഥ ബില്ലിൽ തുകയുടെ ചെക്ക് ഒപ്പിട്ട് വാങ്ങിയ ശേഷം തിരിമറി നടത്തുകയായിരുന്നു. ഈ പഞ്ചായത്തില് രേഖാപ്രകാരമുള്ള വില്ലേജ് പ്രകാരമുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ILMS സിസ്റ്റം എന്ന് പറയും, സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ പ്രകാരമുള്ള തുകയും ബാങ്കിൽ മാറിയ തുകയും ഒരു വ്യത്യാസമുണ്ട്. ബാങ്കിൽ ചെക്കില് സ്പേസ് ഇട്ട് എഴുതി, അക്കത്തിൽ അക്ഷരത്തിൽ എഴുതി, ഇത് ബാങ്കിൽ നിന്ന് അതിനിടയ്ക്ക് തുക തിരികെ കയറ്റി മാറി. അപ്പോൾ മിക്കത് കറണ്ട് ബില്ലാണ് ചെയ്തിരിക്കുന്നത്, വൈദ്യുതി ബില്ലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കണക്ക് പരിശോധിക്കുന്ന അക്കൗണ്ടന്റ് തന്നെയാണ്. നമുക്ക് റീകൺസിലേഷൻ ഒരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ മാറുന്ന ചെക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായിട്ട് പരിശോധിക്കുന്ന അക്കൗണ്ടന്റ് തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് അതൊരാൾ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ പുതിയതായി അക്കൗണ്ടന്റിനോട് മുഴുവൻ പരിശോധിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒരു 2 മാസം പരിശോധിച്ചത് തന്നെയാണ് 3 ലക്ഷം രൂപയോളം തുക ഇങ്ങനെ മാറിയേക്കുന്നത്. വീണ്ടും പുറകോട്ട് പരിശോധിക്കാൻ പറ്റും. അതായത് 6 ലക്ഷം രൂപയോളം ഉണ്ട് ഇതിനകത്ത് കണ്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 രീതിയിൽ, ഒന്ന് ഇയാൾ പരിപൂർണമായി അക്കൗണ്ട് രേഖപ്പെടുത്താത്തത് കൊണ്ട് ഇയാൾ കുറവുണ്ടാകാം. രണ്ടാമത് പ്രകടമായി ചെക്കിൽ തിരുത്തു വരുത്തി കൂട്ടിച്ചേർത്ത് ഇങ്ങനെയാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട ഉടൻ തന്നെ ഞങ്ങളത് 3-ാം തീയതി തന്നെ ബഹുമാനപ്പെട്ട JD ഓഫീസിൽ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തു. അവർ ഉടൻ തന്നെ വന്നു. 2023 ജൂലൈ മുതലുള്ള വരവ് ചെലവ് കണക്കുകൾ അക്കൗണ്ടന്റ് കമ്മിറ്റിയിൽ വെച്ചിരുന്നില്ല. മുൻപ് സാമ്പത്തിക ക്രമക്കേടുകളടക്കം വിവിധ ആരോപണങ്ങൾ ഉയർന്ന ഇയാളെ മാറ്റണമെന്ന് മുൻപ് തന്നെ പഞ്ചായത്ത് ആവശ്യമുന്നയിച്ചിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാൾ സ്ഥലം മാറിയതോടെയാണ് തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ തട്ടിപ്പ് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടും പഞ്ചായത്ത് അംഗങ്ങൾക്കോ മറ്റ് ജീവനക്കാർക്കോ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഭരണസമിതി അംഗങ്ങൾ തന്നെ ആവശ്യമുന്നയിച്ചു. ഈ 2024 കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ക്രമക്കേടാണ്, ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രമക്കേടാണ് കണ്ടിട്ടുള്ളത്. അത് സ്വാഭാവികമായും ഈ കാലയളവിൽ തന്നെ അത് പരിശോധിക്കപ്പെടേണ്ടതായിരുന്നു. അതിന് ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെങ്കിലും സമഗ്രമായ ഒരു അന്വേഷണം വേണം. അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ നമ്മുടെ കൈവശമുണ്ട്. അത് ഓരോ ചെക്കിലും തിരുത്തി എഴുതിയിട്ടുള്ളതും ആ ചെക്ക് ഏത് ഡേറ്റിലെയാണെന്നും ഏത് വർഷത്തെയാണെന്നും ഏത് മാസത്തെയാണെന്നും എന്തിനായിരുന്നു അത് ആ ചെക്ക് കൊടുത്തിരുന്നതും എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ രേഖകളുണ്ട്. തട്ടിപ്പിൽ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.